അസ്സലാമു അലൈക്കും. സുറുമിത്ത, നിങ്ങൾ പറയ്, എന്താ നിങ്ങൾ ആ പെണ്ണിനെ എവിടെ കണ്ടപ്പോൾ അന്ന് വേണ്ടാന്ന് പറഞ്ഞത്? എന്തായാലും നിങ്ങൾ എന്നോട് തുറന്നു പറയും. ഷഫി, ഞാൻ പറയാം. ഞാൻ നിന്നോടത് പറയണം തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എന്തായാലും അത് തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും 2 ദിവസം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ മിണ്ടാതിരുന്നത്. നീ ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ പറയാം. ഷാഫിയുടെ മുന്നിലിരിക്കുന്ന പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് സുറുമി പറഞ്ഞു. അന്ന് നീ അവളുടെ ഫോട്ടോ കാണിച്ചില്ലേ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ആ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ എനിക്കിത് പറ്റിയതല്ല എന്ന് പറഞ്ഞല്ലേ. അതിന് കാരണം എന്താ അറിയോ? അവളെ പുരികം ത്രെഡ് ചെയ്താ. അങ്ങനെ ചെയ്യുന്നൊരു പെണ്ണിനെ എനിക്കിഷ്ടമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെനിക്ക് യോജിച്ചതല്ലാതെ. പിന്നെ നിൻ്റെ ജീവിതവും നീ ജീവിതത്തിൽ കാണിക്കുന്ന ഒരു ശ്രദ്ധയും ഞാൻ വർഷങ്ങളായി കാണുന്നതല്ലേ. അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഈ പെണ്ണിനെ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് അന്ന് നിനക്കവൾ യോജിച്ചതല്ല എന്ന് ആ ഫോട്ടോ കൊണ്ട് പറഞ്ഞത്. അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടൊന്നല്ല. എനിക്ക് അവളെ അറിയേ, അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എല്ലാവരുടെയും വിചാരം അങ്ങനെയൊക്കെയാണ്. എനിക്ക് അവളോട് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അവളെ ഫോട്ടോ കണ്ടപ്പോൾ. അല്ലാതെ എനിക്ക് അവളെ അറിയൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ഒരു പഴയ ഫോട്ടോ ആയിരിക്കുമോ എന്ന് തോന്നിയതുകൊണ്ടാണ് പോയി നോക്കാമെന്ന് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞതും. പക്ഷേ കാണാൻ ചെന്നപ്പോൾ അത് പുതിയ ഫോട്ടോ ആണെന്ന് ആ പിരിങ്ങം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ അവളൊരു മോഡേൺ ആണെന്നും. അത് നിനക്ക് ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞത്. പക്ഷെ അതായിരുന്നില്ല. അന്ന് അവളെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ വെച്ചു ഞാൻ ഉമ്മയോട് പറഞ്ഞു നമുക്കിത് വേണ്ടെന്ന്. അതിന് കാരണം പുരികം പ്ലഗ് ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി ഇപ്പോഴത്തെ പല പെൺകുട്ടികൾക്കും അറിയാൻ വഴിയില്ല. അറിയാത്ത കാര്യമാണെങ്കിൽ അതൊക്കെ പിന്നീട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റുമല്ലോ. അതായിരുന്നു ഉമ്മാൻ്റെ മറുപടി. പിന്നെ അതുമല്ല, അതിനേക്കാൾ വലിയൊരു കാര്യം അവിടെ കാണാനിടയായി. ഞങ്ങളവിടെ ചെന്നപ്പോൾ മുതൽ തുടങ്ങിയതായിരുന്നു അവളുടെ ഉമ്മയുടെ ഒരുമാതിരി സംസാരങ്ങൾ. നമുക്ക് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നും. ആരും അങ്ങനെ പറയൂല. നമ്മുടെ ഉമ്മയോടൊക്കെ എന്താണ് പറയേണ്ടത് പോലും അതിനറിയില്ല. ഉമ്മ ഒന്നും മിണ്ടാതെ എല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. നിൻ്റെ കാര്യം ഓർത്തിട്ടാവണം, നിൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും പാവം ഉമ്മ. ഒന്നുമില്ലെങ്കിലും അവരെ മോളെ പെണ്ണ് കാണാൻ പോയ ആൾക്കാരല്ലേ, ആ ബോധം പോലില്ല ഉമ്മ. ആ ബോധമില്ലാത്ത രീതിയിലാണ് ഉമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്. ഓരോ മോളെന്തോ വലിയ സംഭവമാണെന്ന ഭാവത്തിലാണ് ഓര് സംസാരിക്കുന്നത്. എൻ്റെ മോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ചെയ്യില്ല അത് ചെയ്യില്ല, അവൾക്ക് അത് പറ്റൂല അത് പറ്റൂല, അങ്ങനെ എന്തൊക്കെയോ കുറേ ഡിമാൻഡുകൾ അവർ പറയാം. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? പിന്നെ എന്താ നിങ്ങൾ എന്നോട് പറയാഞ്ഞ്? എനിക്ക് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മ പറഞ്ഞു അത് ഒന്നും കുഴപ്പമില്ല, അത് റെഡി ആയിക്കോളും. ചില ആൾക്കാരൊക്കെ എങ്ങനെയാണ്, നമ്മുടെ വീട്ടിൽ വന്നാൽ ഓളെ നമുക്ക് ശരിയാക്കിയെടുക്കുക, ഷാഫി ശരിയാക്കിയെടുക്കും എന്നൊക്കെ ഉമ്മ പറഞ്ഞത്. ഞാൻ നിന്നോട് ഇതൊക്കെ അന്ന് തന്നെ പറയാൻ നിൽക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കെട്ടിച്ചു വിട്ട് അവരുടെ മറ്റുള്ള കുട്ടികൾക്കൊക്കെ അത്ര കൊടുത്തു ഇത്ര കൊടുത്തു, ഇവൾക്കൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ ആളുണ്ട്, പക്ഷേ ഓൾക്ക് ചെക്കന്മാരെ പറ്റണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയാം. ഇതന്നെ അവൾക്ക് ഏകദേശം പറ്റിയത് കൊണ്ടാണ് ഒരു സമ്മതിക്കുന്നത് എന്നുള്ള സംസാരങ്ങളൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കാണാൻ ചെന്ന് നമ്മളെ പറ്റി ചെറുതാക്കിയാണ് അവർ ഓരോന്നും പറയുന്നത്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ വീട്ടിൽ അവളുടെ ഉമ്മയുടെ വരനാണ്. അവളുപ്പാക്കൊരു സ്ഥാനമില്ല. കാരണം ഞങ്ങളവിടെ നിൽക്കുമ്പോഴേ ഓളുപ്പ അവളോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അയാളോട് ഓളെ ഉമ്മ പെരുമാറിയ രീതി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തീരെ സഹിച്ചില്ല. എന്തൊക്കെയോ ഒരു ഉമ്മാൻ്റെ വരണം പോലെയാണ് അവിടെ. ഓളെ ഉപ്പാക്കൊരു സ്ഥാനമില്ലാത്ത പോലെ. സ്വന്തം മോളെ കാണാൻ വന്ന് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഒരു ബഹുമാനം ഇല്ലാതെ നിങ്ങൾ ആരാണ് ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത് എന്നൊക്കെ പറയാം. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തന്നെ തോലുരിഞ്ഞു പോവുക. വല്ലാത്തൊരു സംസാരം. ഞാൻ ആദ്യം അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ, നിങ്ങളിപ്പോൾ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ ഒരു താറ്റിക്കെട്ടൽ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ നമ്മുടെ ഉപ്പയൊക്കെ ഓർത്തു. പിന്നെ ഓളൊപ്പാനോട് ഓളമ്മ പറയാം, നിങ്ങൾക്ക് വേറൊന്നും പണിയില്ലല്ലോ ഇത്ര ധൃതിയിൽ കാണിച്ച് ചെയ്യാൻ, ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുവരാം,
അങ്ങനെ ഭർത്താവിനോട് ഒരു ബഹുമാനം ഇല്ലാത്ത സംസാരങ്ങൾ, അതൊക്കെ നമ്മുടെ കുടുംബത്തിന് പറ്റുമോ മോനെ? നിനക്ക് തീരെ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നടക്കൂല എന്ന്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അവിടെ പെണ്ണിൻ്റെ കയ്യിലാണ് വീടിൻ്റെ താക്കോലും ഭരണവുമെന്ന്. അങ്ങനെയുള്ള ഒരു വീട്ടിൽ വളരുന്ന പെൺകുട്ടികൾക്ക് ആണുങ്ങളോട് ബഹുമാനം കുറയും, എനിക്ക് എന്തായാലും അറിയാം. അതാണ് ഞാൻ അങ്ങനെയൊക്കെ പറയാൻ കാരണം. പക്ഷേ നമുക്കത് നിൻ്റെ ജീവിതം വെച്ച് പരീക്ഷിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതി ഉമ്മയോടത് പറഞ്ഞപ്പോൾ ഉമ്മാക്കത് വിശ്വാസം വന്നില്ല. ഉമ്മ പറഞ്ഞു, അതൊക്കെ ശരിയായിക്കോളും സുറുമി, അതൊക്കെ ഓള് അവിടെ വളർന്നിട്ടാ, നമ്മുടെ വീട്ടിലെത്തി എല്ലാം ശരിയാവുന്നു. ഉമ്മ അത് നിസ്സാരാക്കി തള്ളി. പക്ഷേ ഇപ്പം കണ്ടില്ലേ, അന്നിപ്പോൾ നിന്നോട് ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. വെറുതെ നമുക്ക് ആ കുഴിയിൽ പോയി ചാടണ്ടില്ലായിരുന്നു. എന്താ ചെയ്യുക, ഉമ്മ നിന്നോട് ഇനി പറയരുത് എന്നുള്ള സത്യം ചെയ്യിപ്പിച്ചതായിരുന്നു. ഉമ്മാൻ്റെ വാക്ക് ധിക്കരിക്കാനും എനിക്ക് പറ്റൂലല്ലോ. ഉമ്മ എന്നോട് പറഞ്ഞതേ അതൊക്കെ എൻ്റെ തോന്നലാണ് സുറുമി എന്നാണ്. പിന്നെ ഷാഫി കെട്ടുന്നത് അവളെയല്ലേ, അതൊക്കെ അവൻ റെഡിയാക്കി എടുത്തോളും, ഓനെ പൊന്നു പോലെ നോക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എന്നോട് ഈ കാര്യങ്ങൾ ഒരിക്കലും നിന്നോട് പറയരുത് എന്ന് സത്യം ചെയ്യിപ്പിച്ചു. അതാണ് ഞാൻ പിന്നെ ഇതിൽ അഭിപ്രായങ്ങൾ ഒന്നും പറയാഞ്ഞത്. വഫയും മുന്താസും നിന്നോട് പറയട്ടെ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ അതെങ്ങാനും നീ മുടക്കിയാൽ ഉമ്മാക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് ഭയന്ന് ഓരോടും ഞാൻ നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഷാഫി ഒന്ന് നെടുവീർപ്പിട്ടു. ഉമ്മ എൻ്റെ കല്യാണം നടന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാവും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഉമ്മാക്ക് മനസ്സിലായിട്ടുണ്ടാവും ധൃതി കാണിക്കേണ്ട വിഷയമല്ല ഇതെന്നും. നന്നായി, അങ്ങനെയെങ്കിലും എല്ലാവർക്കും പഠിക്കാൻ കഴിഞ്ഞല്ലോ. പഠിച്ചവനെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്താണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടും ഒന്ന് കല്യാണം നടന്നു കിട്ടാൻ എല്ലാവരും കാട്ടിക്കൂട്ടിയത്. ഇനി ആര് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ബന്ധവും എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. അതിന് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ശരി, ഉമ്മ സത്യം ചെയ്യിപ്പിച്ചാലും ശരി, നിങ്ങൾ അത് ഒരിക്കലും ഞാൻ പറയാതിരിക്കരുത്. കാരണം നിങ്ങളുടെ ഭാഗത്താണ് സത്യമുള്ളത്. എനിക്കറിയില്ല എന്താണ്, എൻ്റെ ചെറുപ്പം മുതൽ ഞങ്ങളെ കാണാൻ തുടങ്ങിയതല്ലേ, എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ. അവൾ പറഞ്ഞു കേട്ടില്ലേ നമ്മളെക്കുറിച്ച്, അത് കേട്ടപ്പോൾ എൻ്റെ തൊലി എരിഞ്ഞു പോയി. ക്ഷമിക്കണം നമ്മളെക്കുറിച്ച് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇത്താത്ത എന്നോട് ക്ഷമിക്കണം. അതിനെന്തിനാ മോനെ നീ ക്ഷമ ചോദിക്കുന്നത്? നീയൊന്നുമില്ലല്ലോ പറഞ്ഞത്. അറിവില്ലാത്തവർ പലതും പറയും, അതൊന്നും നമ്മൾ ചെവി കൊണ്ടിട്ട് കാര്യമില്ല. അതൊക്കെ ഒന്ന് കേട്ട് ഒരു ചെവിയെ കൂടെ ഞാൻ അപ്പം തന്നെ കളഞ്ഞു. അല്ലാതെ എനിക്കൊരു സങ്കടവും ഇല്ല, ദേഷ്യമില്ല മോനെ, ആരോടും ഇല്ല. ഇനിയിപ്പോൾ നിന്നോടും ഇല്ല, അവളോടും ഇല്ല. അതൊന്നും ഓർത്തിനി മോനെ സങ്കടപ്പെടേണ്ട കേട്ടോ. പഠിച്ചോന് നിനക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ തരും. ഷാഫി പറഞ്ഞു നിർത്തിയപ്പോൾ സുറുമി പറഞ്ഞു, പിന്നെ ഞാനൊരു മറ്റൊരു കാര്യം പറയട്ടെ, നിന്നെ ടെൻഷനാക്കൊന്നല്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞു. സുറുമിയുടെ മുഖവില കേട്ട് പന്തികേട് തോന്നിയ ഷാഫി പുറത്തേക്ക് കാണിക്കാതെ പറഞ്ഞു, എന്താ പറ, ഞാൻ കേൾക്കട്ടെ. അപ്പോൾ സുറുമി പറഞ്ഞു, പിന്നെ മോനെ ഷാഫി, ഞാൻ പറയാൻ പോകുന്നതൊക്കെ കേട്ട് നീ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിങ്ങൾ എന്താണെന്ന് സംഭവം എന്താ വെച്ചാൽ പറയും, എനിക്കിങ്ങനെ നെഞ്ചെടുപ്പോടെ പിടിച്ചു നിൽക്കാൻ വയ്യ. ഞാൻ ആരെ തെറ്റിദ്ധരിച്ചാലും നിത്യയെ ഞാൻ ഒരു കാര്യത്തിലും തെറ്റിദ്ധരിക്കില്ല. എൻ്റെ ഒരു ഉമ്മയെപ്പോലെയാണ് ഞാൻ നിത്യയെ കണ്ടിട്ടുള്ളത്. ഞാനേ നിങ്ങളെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതാ, എൻ്റെ ചെറുപ്പം മുതലേ കാണാൻ തുടങ്ങിയതല്ലേ. ഇനിയിപ്പോൾ നിങ്ങളെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. സുറുമി ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, പിന്നെ അവളുടെ വീട്ടുകാരെ സിഹർ ചെയ്യുന്ന ആളുകളാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു. കാര്യങ്ങൾ വഷളായ സ്ഥിതിക്ക് നീ നല്ലോണം ഭയക്കണം കേട്ടോ. നീ മാത്രമല്ല നമ്മളെല്ലാവരെയും. അവരുടെ ആ സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. അതെന്താ ഇത്താക്ക് അങ്ങനെ തോന്നാൻ കാരണം? പറയാം, എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ തറവാട് വീട്ടിൽ നിന്നും കണ്ടുള്ള പരിചയമാണ് കേട്ടോ, അല്ലാതെ ഇത് ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല. പിന്നെ എൻ്റെ ഉമ്മയുടെ ഉമ്മ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു. അവരുടെ ഇടയിൽ വളർന്നത് കൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയാവുന്നത്. ഞങ്ങൾ അവളെ കാണാൻ പോയ അന്ന് ഞാൻ അവിടെ അടുക്കളയും ചുറ്റുപാടുകളും ശ്രദ്ധിച്ചപ്പോഴാണ് പുറത്തേക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടുപ്പ് കാണുന്നത്.
ഞങ്ങളന്ന് ചെന്നത് മുൻപേ അറിയിച്ചിട്ടില്ലായിരുന്നല്ലോ. അത് കാരണം ഞങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഒന്നും തയ്യാറാക്കേണ്ട അവസ്ഥ ഇല്ലെന്നുറപ്പാണ്. പിന്നെ ആ സമയത്ത് ഏതൊരു വീട്ടിലും ഒന്നും ഉണ്ടാകുന്ന സമയമല്ല. മാത്രമല്ല അവരുടെ അടുക്കളയിൽ വേറെ നല്ല അടുപ്പുണ്ടായിരുന്നു. ഇത്ത, അതിപ്പോൾ എന്താ, എല്ലാ വീട്ടിലും പുറത്ത് അടുപ്പുണ്ടാവില്ലേ? ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തോന്നാവും. അതല്ല ഷാഫി, അങ്ങനെ പുറത്ത് അടുപ്പ് ഉണ്ടാക്കുന്നവർ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഉദ്ദേശം എന്താണെന്ന്. ആരും കാണരുതെന്ന ഉദ്ദേശത്തോടെ മറച്ചുകൊണ്ട് ആരെങ്കിലും അടുപ്പൊക്കെ ഉണ്ടാക്കുമോ? എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി. അതുമല്ല, പോരാത്തതിന് ഞങ്ങൾ ചെന്ന സമയത്തെ 1-2 വട്ടം ഓളുടെ ഉമ്മ അടുപ്പിൻ്റെ അരികത്തേക്ക് ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് അറിയാത്ത പോലെ പോവുകയും തീ കത്തുന്നത് ഊതിക്കെടാതെ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണ്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി. ഇതേ പരിപാടി എൻ്റെ തറവാട് വീട്ടിൽ എൻ്റെ വല്യമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മനസ്സ് മാറ്റണമെങ്കിൽ ആളുകൾ വല്ലവരുടെയും അടുത്ത് പോയി ചെയ്യുന്ന പരിപാടിയാണ് ഈ അടുപ്പ് ഉപയോഗിച്ച് അവർ ചെയ്യുന്നത്. ഷാഫി സിഹിർ മാരണങ്ങളിൽ വിശ്വാസമില്ലാത്ത ആളായതുകൊണ്ട് സുറുമിയുടെ വാക്കുകൾ കേട്ടു നിന്നല്ലാതെ കൂടുതൽ ചോദിക്കാതെ പറഞ്ഞു, ഇത്ത, നമുക്കെതിരെ അവരെ എന്ത് ചെയ്യാനാ? അവരെ നമുക്ക് പരിചയമൊന്നുമില്ലല്ലോ. അവരെ നമ്മളൊന്നും ചെയ്തിട്ടുമില്ല. പോരാത്തതിന് അവളുടെ ഉമ്മാക്കും അവൾക്ക് ഇഷ്ടമില്ലാതെ നടന്നതാണല്ലേ കല്യാണം എന്നവർ പറഞ്ഞത്. ഒഴിവായി കിട്ടിയതിൽ അവരെ സന്തോഷിക്കല്ലേ ചെയ്യുക, അല്ലാതെ അവരിപ്പോൾ നമ്മളെ ഇങ്ങനെയൊക്കെ കാട്ടുമോ? അതല്ല മോനെ, നീ കാണാൻ ചെന്നന്ന് നിന്നെ കണ്ടപ്പോൾ അവർ നിന്നെ കിട്ടാൻ വേണ്ടി ചെയ്തതാണെങ്കിലോ? പിന്നീട് നമ്മൾ മുട്ടായി കൊടുക്കലും പണ്ടം കെട്ടലും ഒക്കെ ഒഴിവാക്കിയത് കൊണ്ടായിരിക്കും അവർക്ക് പിന്നെ വേണ്ടെന്ന് തോന്നിയത്. പക്ഷേ ഇപ്പോൾ അവളുടെ ഉപ്പയോ വേറെ ഏതെങ്കിലും കുടുംബക്കാരെ സമ്മതിച്ച് കാണില്ല. ഏതായാലും ഇങ്ങനെയൊക്കെയായി. പിന്നീട് നിന്നെ മാറ്റിയെടുക്കുക എന്നൊക്കെ പ്രതീക്ഷിച്ച് ആണെങ്കിലോ അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അവളുടെ ആ നാവ് കാരണം ആദ്യത്തെ ദിവസം തന്നെ നീ അവളെ തല്ലുമെന്നും ഇവിടെ നിന്നും പോകേണ്ടി വരുമെന്നും അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഞങ്ങളന്ന് അവളെ ഒന്ന് സംസാരിപ്പിക്കാൻ വെറുതെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവൾ എന്തൊക്കെയാണ് പറഞ്ഞത് കേട്ടിട്ടെന്നെ എന്തോ പോലെ. അന്നെ ഞങ്ങൾക്കെല്ലാവർക്കും അവളെ സംസാരം കേട്ട് മടുത്തു. ഇനി നമ്മളവളെ ഒരുപാട് ഉപദ്രവിച്ചു വേദനിപ്പിച്ചു എന്നൊക്കെയായിരിക്കും അവളെവിടെ ചെന്ന് പറയുക. കാരണം അവളെ അല്ലാതെ തന്നെ പലതും പറയുന്ന ആളാ. നീ അവളെ തല്ലിയത് എന്തിനാണെന്ന് അവൾ പറയില്ല, തല്ലി എന്നേ പറയൂ. അതിലവർ പിടിച്ചു തൂങ്ങും. നോക്കിയണ്ടേ, ഇപ്പോഴത്തെ കാലാണ്. ഇനിയിപ്പോൾ അവർ അതും പറഞ്ഞിട്ടായിരിക്കും ഓരോന്ന് ഉണ്ടാക്കുക. ഞാൻ കാരണമാണ് നീ അവളെ ഒഴിവാക്കിയത് എന്ന അവളുടെ വാക്കുകൾ വിശ്വസിച്ച് അവളുടെ ഉമ്മയുടെ നല്ലൊരു പണി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സത്യമല്ലെങ്കിലും അവർക്ക് പറഞ്ഞു നടക്കാൻ നല്ലൊരു കാരണമുണ്ട്. അവരുടെ ഭാഗം ക്ലിയറാക്കാൻ തിടുക്കം കാണിക്കും അവൻ. പെണ്ണിൻ്റെ വീട്ടുകാർ പടച്ചു വിടുന്ന കാര്യങ്ങൾ എല്ലാ ആളുകളും പെട്ടെന്ന് വിശ്വസിക്കും. അതാണ് നമ്മുടെ നാടിൻ്റെ നിയമം. പെണ്ണുങ്ങൾക്കൊപ്പം മാത്രമേ നിൽക്കുള്ളൂ. പെണ്ണുങ്ങൾ ഇനി എത്ര ഇല്ലാത്ത പറഞ്ഞാലും അത് സത്യമാണെന്ന് എല്ലാവരും പറയുള്ളൂ. നമ്മുടെ ഇവിടുത്തെ നിയമവും അങ്ങനെ തന്നെയല്ലേ മോനെ? ഒഴിവാക്കാനുണ്ടായ കാരണം ആളുകൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ആളുകൾക്ക് ഉത്തരം നൽകുക? നമ്മൾ അവിടെ വന്നപ്പോൾ മുതൽ കാണിച്ച സ്വഭാവവും അഹങ്കാരം പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. കാരണം അതിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് ആളുകൾ അതെല്ലാം തള്ളിക്കളയും. ഉറപ്പാണ്. ഞാൻ പറഞ്ഞത് വൈകാതെ നിനക്ക് നാട്ടിൽ നിന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ നിനക്ക് നല്ലൊരു കുട്ടിയെ കിട്ടും. അത് വരെ ഇതൊരു പരീക്ഷണമായിരിക്കും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാം കേട്ട ഷാഫിയുടെ മുഖം വല്ലാതെയായതോടെ അത് കണ്ട സുറുമി പറഞ്ഞു, ഷാഫി, ഇതൊന്നും നീ ആലോചിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ ഒരു മോനെപ്പോലെ ഞാൻ കണ്ടിട്ടാണ് നിന്നോട് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. എല്ലാം കലങ്ങി തെളിയും. ജീവിതമാണ്. നമ്മൾ കാണാത്തതൊക്കെ സ്വന്തം ജീവിതത്തിൽ വന്നാൽ കുറച്ച് നേരം നമ്മളൊന്ന് അമ്പരം നിൽക്കും. അതാണ് നിനക്കിപ്പോൾ സംഭവിക്കുന്നത്. എല്ലാം ശരിയാവും. പിന്നെ നമ്മൾ രണ്ടാളെയും ചേർത്ത് അവൾ പറഞ്ഞതിൽ എനിക്കൊരു വിഷമവും ഇല്ല കേട്ടോ. അതൊക്കെ ഞാൻ എപ്പോഴോ മറന്നു. നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്കും പടച്ചോനും അറിയാം. സ്വന്തം തെറ്റ് മൂടി വെക്കാൻ അവൾ എന്തൊക്കെയോ പറഞ്ഞു പരത്തിയാലും പടച്ചോനല്ലേ വിധി നടപ്പാക്കുന്നവൻ. അതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമല്ല. നീ അതൊന്നും ആലോചിക്കണ്ട. ഞാനേ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞത് അവൾ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇവിടെ ആരും പറയില്ല. വഫയെയും മുന്താസിനെയും എനിക്ക് വിശ്വാസമാണ്. പക്ഷേ അവളിതിന് വേറെ അർത്ഥം നൽകിയത് അവരുടെ സ്വഭാവത്തിൽ തുള്ളുന്ന ഒരാളല്ല നീ എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവരെ വളച്ചൊടിച്ച് അവർക്ക് പറഞ്ഞ് ആശ്വസിക്കാൻ ഒരു കാരണമുണ്ടാക്കിയെന്ന് മാത്രം. സാരില്ല,
ദാമ്പത്യത്തിൻ്റെ തുടക്കത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ഒരു ദിക്കർ ചെല്ലാൻ ഭർത്താവ് ഒരുങ്ങുന്നത് സിഹർ ചെയ്യാനാണെന്ന് അവൾ പറഞ്ഞത് നീ കേട്ടില്ലേ? അവൾ അതിന് സമ്മതിക്കാത്തതും കാരണം അവളെ അതൊക്കെ കണ്ട് വളർന്നിട്ടാണ്. സത്യം പറഞ്ഞാൽ അവൾക്കത് പേടിയാണ്. അതൊക്കെ സംഭവിക്കുന്നു അവൾക്കറിയാം. സിഹർ ചെയ്യുന്ന ആളുകൾ അവർ അതൊന്നും ചെയ്യാത്തവരാണെന്ന് സമൂഹത്തിൽ വരുത്തി തീർക്കും. എന്നിട്ടോ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് സംശയമായിരിക്കും. അവർ അറിയുന്ന സ്ഥലത്തെല്ലാം പോകും, പൈസ ചിലവാക്കും. അവർക്കത് മരിക്കുന്നത് വരെ നിർത്താൻ സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നീ അവരെ സൂക്ഷിക്കണമെന്ന്. നിന്റെ ജീവിതം നോക്കി നടക്കുന്നതാവും ഇനി അവരുടെ ജോലി. നിന്നെപ്പോലെ ഒരാളെ കിട്ടാൻ അവൾക്ക് ഭാഗ്യമല്ല. നീ ആഗ്രഹിച്ചതുപോലെ നിനക്കൊരു കുട്ടി വരും ഇൻഷാ അല്ലാ. ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് സുർമിത്ത് അകത്തേക്ക് പോയി. ഷാഫി പിന്നീട് ആ വിഷയത്തിൽ മറുപടിയൊന്നും പറയാതിരുന്നത് കാരണം സിഹർ എന്നത് അവന് വല്ലപ്പോഴും കേൾക്കുന്ന ഒരു വാക്ക് മാത്രമാണ്. അതിനെക്കുറിച്ച് അവൻക്ക് കൂടുതലൊരു അറിവുമില്ലായിരുന്നു. അവരുടെ വീട്ടിലൊരു നൂല് പോലും മന്ത്രിച്ച് കെട്ടേണ്ട അവസ്ഥ ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല. അതൊക്കെ കണ്ടുകൊണ്ടാവണം സുർമി ചൂണ്ടിക്കാണിച്ച ആ മാരകമായ കിണയെ ഷാഫി നിസ്സാരമായി കണ്ടതും. തന്നോട് ഏറ്റുമുട്ടാനൊരുങ്ങുന്ന വരാനിരിക്കുന്ന നിമിഷങ്ങളുടെ ശക്തി എന്തെന്നറിയാതെ ഷാഫി പുറത്തേക്ക് നോക്കി അങ്ങനെയിരുന്നു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സപ്പോർട്ട് ചെയ്യണേ.